തൃശ്ശൂരിൽ കളം നിറയുകയാണ് തൃശ്ശൂരിന്റെ സ്വന്തം സുരേഷ് ഗോപി. ഇപ്പോൾ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കുന്നു. തത്സമയം. വഞ്ചിക്കപ്പെടുന്ന അവസ്ഥയിൽ എത്തരുത്. ഉറപ്പായിട്ടും നല്ല നിശ്ചയത്തിലെത്തണം. അത്രേ പറയുന്നുള്ളൂ. ഇതിനെല്ലാം തെളിവുകളുള്ളതാണ്, രേഖകളുള്ളതാണ്. കോർപ്പറേഷനിലും കളക്ടറുടെ ടേബിളിലും. പുലിക്കളിയുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് ഒരു നിയമപരമായ സംവിധാനത്തിൽ ഊന്നി നിൽക്കുന്ന കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തിൻ്റെ ഫെഡറൽ ഫോം ഓഫ് ഗവൺമെൻറ്റിൽ ഉള്ള നിബന്ധനകളുണ്ട്. അത് പാലിച്ചേ മതിയാവും. അത് കൃത്യമായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ടൂറിസം വകുപ്പ് ചെയ്തിരുന്നെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് കാശ് ആ സമയത്ത് കിട്ടിയേനെ എന്ന് പറഞ്ഞു വെക്കുന്നത് കൊണ്ട് ഇനി ഇലക്ഷനെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കിട്ടില്ല എന്നല്ല, അത് കിട്ടും. പക്ഷെ അത് ഈ ഇലക്ഷൻ നശിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള അവന്മാരുടെ കുതന്ത്രമാണ്. അതിൽ നിങ്ങൾ വീഴരുത്. ആ 3 ലക്ഷം അനുവദിച്ചത് എപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുന്നോ അതിൻ്റെ ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ സെൻട്രലിൽ നിന്ന് വരും. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി മുഖ്യമന്ത്രി എല്ലാം ചീഫ് സെക്രട്ടറിയൊക്കെ നല്ലതുപോലെ ആട്ടിയിട്ടുണ്ട്. ഈ കേന്ദ്രം തന്നില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ നടക്കരുത് എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അത് ഇല്ലേ ആ വാർത്ത? ആണോ ഇല്ലേ? നിങ്ങളിവിടെ വന്ന് നിൽക്കുന്നത് എന്നെ വെട്ടിലാക്കണമെന്ന് അറിയാം. ഞാൻ നിങ്ങളെയും കൂടെ ഒന്ന് വെട്ടിലാക്കണ്ടേ? വേണ്ടേ? ഹൈക്കോടതി ആട്ടിയോ? ഉണ്ടോ ഇല്ലേ? ഇല്ലാന്നവർ പറഞ്ഞിട്ടില്ലേ? ഇല്ലാന്നവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു എലക്ഷൻ എന്ന് പറയുന്നത് സത്യസന്ധമായി നടക്കേണ്ടത് നിങ്ങളുടെ സത്യാന്വേഷണമാണ്. അത് അന്വേഷിച്ച് കണ്ടെത്തി ഞങ്ങൾ മോശക്കാരാണെങ്കിൽ വോട്ട് ചെയ്യണ്ട, ഇല്ലെങ്കിൽ ഞങ്ങൾക്കേ വോട്ട് ചെയ്യാവൂ, താമര ചിഹ്നത്തിൽ മാത്രമേ വോട്ട് ചെയ്യാവൂ. നന്ദി, നമസ്കാരം. ചേച്ചി 60-ാം വയസ്സിൽ 2 കുരുന്നുകൾക്ക് ജീവൻ നൽകിയ നമ്മുടെ ഇവിടെ അടുത്തുള്ള ലളിതേച്ചി ഒന്ന് കേട്ടാണ് പോയോ? കുട്ടികളുമാണ്. പൊതുജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന ഒരു രാഷ്ട്രീയ ശൈലിയാണ് സുരേഷ് ഗോപിക്ക്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അത് നല്ലപോലെ അറിയാം. കാരണം അദ്ദേഹം ഓരോ പ്രശ്നങ്ങളും കൃത്യമായി തന്നെ നേരിട്ട് പൊതുജനങ്ങളിൽ നിന്ന് അറിയാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. കലുങ്ക് സംവാദങ്ങളിൽ നമ്മളത് കണ്ടതാണ്. അതിനുശേഷം കോഫി വിത്ത് SG എന്ന പരിപാടികൾ നമ്മൾ വലിയ രീതിയിൽ തന്നെ വിലയിരുത്തിയതാണ്. മാധ്യമങ്ങൾ, ഒരു കൂട്ടം മാധ്യമങ്ങൾ എപ്പോഴും വിവാദങ്ങൾ മാത്രം അദ്ദേഹത്തിന് പുറകെ നടന്ന് ഉണ്ടാക്കുന്ന ശൈലിയും നമ്മൾ കണ്ടതാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തൃശ്ശൂരിൽ, വിശേഷിച്ച് കേരളമെമ്പാടും ഉണ്ടെങ്കിലും തൃശ്ശൂരിൽ കളം നിറയുകയാണ് ഓരോ സമയത്തും. ഇപ്പോൾ അദ്ദേഹം കുടുംബയോഗങ്ങളാണ് പ്രധാനമായും കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രചരണ പരിപാടികൾ ശക്തമാക്കുന്നത്. തൃശ്ശൂർ അടക്കമുള്ള വടക്കൻ കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് ഡിസംബർ 11-ാം തീയതിയാണ്.